ധാരാളം പേര് ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സിനിമ നാളെ 12-ാം തീയതി റിലീസ് ചെയ്യാനിരുന്നതാണ്. പക്ഷെ നാളത്തെ ദേശീയ പണിമുടക്ക് കാരണം നമ്മൾ സിനിമ 13-ാം തീയതിക്ക് റിലീസ് വെച്ചിരിക്കുകയാണ്. 13-ാം തീയതി ഫെബ്രുവരി 13-ന് മറ്റന്നാൾ സിനിമ തിയേറ്ററുകളിലെത്തും. ഈ സിനിമ സംബന്ധിയായിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന അതിൻ്റെ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മൾ ചാനലുകളിൽ കൊടുത്തിരുന്നു. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിയലിസവും അല്ലെങ്കിൽ ഫിക്ഷനും എല്ലാം ഇടകലർത്തിയായിരിക്കും നമ്മൾ സിനിമ ചെയ്യുക. ചിലപ്പോൾ ആ സിനിമയുടെ ഇതുപോലെ കഥാസന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ തമാശകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഗ്രേ ഷെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യേണ്ട ഒരുപാട് നല്ല പ്രൊഫഷണൽ സ്പാകളുണ്ട് അവിടെ. അത് സ്പാകൾ നടത്തുന്ന ആളുകളുണ്ട്, അവിടെ തെറാപ്പിസ്റ്റുകളുണ്ട്, അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സിനിമ കുറച്ച് ഗ്രേ ഷെയ്ഡും തമാശകളും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അത് വേറെ തരം, അത് ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന തമാശ രംഗങ്ങളുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ തമാശകൾ, ഒരു പക്ഷേ കുറച്ചൊരു അഡൾട്ട് തമാശകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സിനിമ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു തമാശ സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേറെ സൈഡിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷനിൽ ഉള്ള ആളുകളുമുണ്ട്. അപ്പം ഞാൻ കരുതി ഇതിൻ്റെ 2 വേർഷൻസും രണ്ട് ലെയറുകളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സിനിമയെക്കുറിച്ചാണ്. സിനിമയിൽ ഉള്ള ആക്ടേഴ്സാണ്, എല്ലാ ആക്ടേഴ്സിനും അറിയാവുന്നതാണ്. ഇത്രയും സീനിയറിലെ വിജയമേനോൻ സാർ, രവി സാർ, ശ്രീകാന്ത്, ജോജി, ശ്രുതി, പൂജിത, രാധിക, മേഘ, അങ്ങനെയുള്ള ശ്രീലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു പുതുമുഖമുണ്ട്, ശ്രീലക്ഷ്മി, ശ്രീജ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ആക്ടേഴ്സുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഇവർ സിനിമയിലെ ആക്ടേഴ്സാണ്. സിനിമയിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാം. ഇനി സിനിമയ്ക്ക് അപ്പുറം ഇതിങ്ങനൊരു കണ്ടംപററി ആയിട്ട് ഇങ്ങനൊരു പല കാലങ്ങളിൽ വിവാദമായിട്ടുള്ള ഒന്നാണ് സ്പാ സെൻറ്റേഴ്സും. അപ്പോൾ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ, സ്പായിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ സ്പാകളിലെ കുറേ ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാകുമായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ അവരെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല മാധ്യമങ്ങളിൽ. അപ്പോൾ ഒരു സ്പാ നടത്തുന്ന ഒരു ഉടമയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കും പറയാനുണ്ടാവുക. സുകേഷ് അതുപോലെ ഒരു 5 or 6 എത്ര സ്പാ ഉണ്ട്, 4 സ്പായുടെ ഉടമസ്ഥരുണ്ട്. ചിലപ്പോൾ സ്പായെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ വേർഷൻ കേൾക്കാം. സ്പാ തെറാപ്പിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സി, അതുപോലത്തെ വിവാദങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിൽ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ അതും ഒരു പ്രൊഫഷനാണ് എന്ന് വിശ്വസിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. അതിൻ്റെ പ്രതിനിധിയാണ് സോജി നാഗാലാൻഡിൽ നിന്നാണ് നമ്മുടെ കൂടെ. ഈ ഷൂട്ടിന് ഇത്തരത്തിലുള്ള തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞത് ഡോക്ടർ അലൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ആയുർവേദ സ്പായും ആയുർവേദ മസാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതും ഇതുമായിട്ട് കണക്റ്റഡാണ്. ഡോക്ടർ ശ്രുതി ഒരു ആയുർവേദ ഡോക്ടറാണ്. ഈ മസാജും തെറാപ്പിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രുതിയോടും സംസാരിക്കാം. അവിടുന്ന് ഡോക്ടർ അലോപ്പതി ഡോക്ടറാണ്. ഗീതു ടെല്ലസ്, ആക്ടർ കിച്ചു ടെല്ലസിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിൻ്റെ സ്പായുടെ ഷൂട്ടിങ്ങിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപക്ഷെ എനിക്ക് ഉത്തരം തരാൻ പറ്റും. പക്ഷേ പ്രസ് മീഡിയയിൽ സിനിമയ്ക്കപ്പുറം സ്പാ സെൻറ്ററുകളെ കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ കൊണ്ടുവന്നത്. സോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. താങ്ക് യു. ശ്രുതി
കറക്റ്റ്. ഗുഡ് ഈവനിങ് എവറിബഡി. സ്പാനെ കുറിച്ച് ഞാൻ എന്താ പറയുക, സർ എല്ലാം പറഞ്ഞു. ഞാനും ഇതുവരെയായിട്ടും കംപ്ലീറ്റ്ലി പടം കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുന്ന പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. ഹൗ ഇസ് ദ ഫിലിം ലുക്കിംഗ്? ബട്ട് വൺ തിങ് ഐ ക്യാൻ അഷ്യൂർ യു, ഇറ്റ്സ് എൻ എബ്രിഡ് ഷൈൻ മാജിക് that has come on screen, and different types of personalities are ഇവിടെ ഇരിക്കുന്നത്. Different types of ഇവിടെ മേജർ രവീർ ഉണ്ട്, and then we have a writer, director, artist, and then we have anchor, and we have singers. എല്ലാവരും പലൊരു പ്രൊഫഷൻസ് നിന്ന് വന്നിട്ട് ആക്ടേഴ്സും ഉണ്ട്. സോ ഓവറോൾ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഫിലിം. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ശ്രുതി. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുറച്ച് വർഷത്തിന് ശേഷമാണ് ഷൈൻ സാറിൻ്റെ സ്പാ എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ആക്ട് ചെയ്യണത്. ഈ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ഹാർട്ട് ഫെൽറ്റ്, നമുക്ക് മനസ്സിന് തൃപ്തി വരുന്നൊരു ആംബിയൻസിൽ അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു. നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്തു അത്ര തന്നെ നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആൻഡ് പ്രതീക്ഷ. അപ്പോൾ 2 ദിവസത്തിൻ്റെ സിനിമ തിയേറ്റേഴ്സിൽ വരും. ഇതിൽ കുറേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ അഡൽട്ട് ജോക്സ് ഉണ്ട്. ഐ എം ഷുവർ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമർ ആയിരിക്കും. ആൻഡ് ഐ എം ഷുവർ ഓൾ ഓഫ് യു വിൽ എൻജോയ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നമ്മളോട് എല്ലാവരും ഓണസ്റ്റ് ഒപ്പീനിയനും ഫീഡ്ബാക്ക് പറയാം. ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും കൂട്ടിയിട്ട് പോവാം. താങ്ക് യു. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഷൈൻ സാറിൻ്റെ കൂടെ ഇതിന് മുന്നേ ഒരു പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്പാലേക്ക് സാറ് വിളിക്കുന്നത്. അപ്പോൾ ഈ പടത്തിലുള്ള ഒരുപാട് ആൾക്കാരെ പോലെ തന്നെ എനിക്കും ഇതിൻ്റെ കഥയൊന്നും ആദ്യം അറിയാതെയാണ് വന്നത്. അത് ഷൈൻ സാറെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായിരിക്കുന്നത്. അതിപ്പോഴും അതേ ട്രസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ആ സിനിമ ഞാനും മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ച് ഡബിൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ മറ്റന്നാളെ കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളും കാണൂ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ മേഘ. സ്പായിൽ ടൈറ്റിലിൽ ലൈക്ക് ക്ലീൻ എ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, പക്ഷേ ഐ വോണ്ട് ടു സേസ് ഞാൻ അഭിനയിച്ച ഫ്രെയിമിൽ എൻ്റെ കൂടെ അണ്ടർ 18 പിള്ളേരുണ്ടായിരുന്നു. സോ ഐ സംവെയർ ബിലീവ് ദാറ്റ് ദിസ് സിനിമ ഇസ് നോട്ട് ആക്ച്വലി അബൌട്ട് അഡൾട്ട് ജോക്സ് ഓർ ലൈക്ക് അങ്ങനത്തെ ദ വിയർഡ് തോട്ട് ദാറ്റ് പീപ്പിൾ ഹാവ് റിഗാർഡിങ് ആൻഡ് അറൗണ്ട് സ്പാ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് നന്നായിട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാനും എൻ്റെ ഡബിങ് പോർഷൻ മാത്രമാണ് കണ്ടേക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾ മറ്റേ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോർ ഷോ യു വുഡ് ഹാവ് എൻജോയ്ഡ് എ സ്നീക്ക് പീക്ക് ഓഫ് ദ മൂവി. ഐ എം just like you guys, even I am excited for Feb's 13th. Cinema ellarkum kaanam. I hope everybody will enjoy it. Thank you. നമസ്കാരം. മലയാള സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ബ്രിഡ് ഷൈൻ്റെ സിനിമകൾക്ക് ഓരോ സിനിമയും വ്യത്യസ്തമായ വിഷയങ്ങളായിട്ടാണ് വരിക. ഇപ്രാവശ്യവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. നമ്മളെല്ലാവരും പല സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇങ്ങനെയൊരു സിനിമ, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഇതാദ്യമാണ്. ഈ അഭിപ്രായത്തോട് ഇതിൽ അഭിനയിച്ച എല്ലാവരും യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഡബിങ് ടൈമിൽ കണ്ടത്. മുഴുവൻ സിനിമ കാണാൻ പറ്റിയത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏതായാലും പൂജിത മാത്രമേ ഫിലിം മുഴുവൻ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. എനിവേസ് നമ്മളും പ്രേക്ഷകരെ പോലെ തന്നെ വളരെ ആങ്ഷ്യസ് ആയിട്ട് വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ബ്രിഡ് ഷൈൻ ഇപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെ വളരെ വ്യത്യസ്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം. ആ നിലയ്ക്ക് ആണ് ബ്രിഡ് ഷൈൻ്റെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകരും അത്തരത്തിൽ വ്യത്യസ്തതയാണ് പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന, നമുക്ക് നിറയെ ചിരിക്കാൻ എലമെൻറ്റുകളുള്ള ഒരു സിനിമയാണ് സ്പാ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ, നിങ്ങൾ മീഡിയ പീപ്പിൾ മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഗുഡ് ഈവനിങ്. എനിക്ക് നിങ്ങളോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സഹകരണം ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത്, നാളെയായിരുന്നു നമ്മുടെ സിനിമയുടെ റിലീസ്. അത് മറ്റേ തലത്തേക്ക് മാറ്റേണ്ടി വന്നു. നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പണിമുടക്ക് ആദ്യം പ്രഖ്യാപിക്കുകയായിരുന്നില്ല. സ്പാ അനൗൺസ്മെൻറ്റ് ഡേറ്റാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പം സ്പായുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ പണിമുടക്ക് എന്തിനു വെച്ചു എന്നുള്ള അതാരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ എന്ത് ശക്തിയാണ് എന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ശരിയല്ല? ഇടിപടിക്കും കേട്ടോ. ഈ അല്ല, ഞാൻ ചോദിക്കുന്നത് പണിമുടക്കാണോ ഈ നമ്മുടെ റിലീസ് ഡേറ്റ് ആണോ ആദ്യം അനൗൺസ് ചെയ്തത്? ഉണ്ടാക്കുന്നത് വളരെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന, ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ്. എൻ്റെ സംശയം ബാലിശമാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്ന് ഇത്തരത്തിൽ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന ഒരു തല്ലിന് ഞാൻ ഉത്തരവാദിയല്ല. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് വളരെ ദാരുണമാണ്. സ്പാ ഒരു മികച്ച ചിത്രമാണ്, നമുക്കെല്ലാം അറിയാം. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, വളരെ അമിത പ്രതീക്ഷ എനിക്കുള്ള ഒരു സിനിമയാണ്, ഒരു ചിത്രമാണ് സ്പാ. ഞാനത് ഏറെക്കുറെ സിനിമ കണ്ടിട്ടുണ്ട്. എൻ്റെ മേക്കിംഗ് ആയാലും വിഷ്വൽസ് ആയാലും അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ എല്ലാം മികച്ചതാണ്. പക്ഷേ റിസ്ക് എടുക്കണ്ട. അതായത് അല്ല, ഞാൻ പറയാം അതായത് ഈ ദാരുണമാണ് സ്പായിൽ അങ്ങോളം ഉടനീളം നടക്കുന്ന റെയ്ഡുകൾ. ചില സംഭവവികാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് ഉണ്ടായത്. ഞാൻ ഇന്നിപ്പോൾ കേരള പോലീസിൻ്റെ ഒരു മീറ്റിങ്ങിൽ അവരുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണയാണിത്. കാരണം ഞങ്ങൾ ഒരു വർഷമായി അടുത്തായും തോന്നുന്നു സ്പാ ഷൂട്ട് പൂർത്തിയാക്കിയതിന് ശേഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിത് സൈലൻ്റ് ആയിട്ട് ഇറക്കി വിടാം, മികച്ച ചിത്രമാണ് എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമ ഇറങ്ങാറാകുമ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, 5 സുന്ദരിമാരുടെ പടം വെച്ചാടി സ്പായെന്ന് ഇറക്കി ബോർഡും വെച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എഴുതി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കേരള പോലീസിന് പറ്റിയൊരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു ഇങ്ങനെ സ്പായിലേക്ക് ഓടിക്കൂടി ഈ റെയ്ഡ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ചും ഒരു വ്യക്തത കുറവുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു ആകാശഗമനം അദ്ദേഹം നടത്തേണ്ടി വന്നാൽ ശരി. നമസ്കാരം. അപ്പം ഇത് ഞാൻ ഷൈനിൻ്റെ കൂടെ 2ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കുന്നത്. നേരത്തെ മാവീര ഞാൻ സോഫ്റ്റ് സ്പോക്കണാണ്. അപ്പം ഞാൻ അതിൽ I was only part of this film during the shooting for about a day. And it was quite an intense scene, which I did. Now, the one thing I know about Shine, and I also felt during the shooting of this film, is the aspect that stands out about him is his formulation of the aesthetics of a cinema, of a film, of cinema generally. Now, you have the technical aspects of, any film has a narrative. You're telling a story. But when the non-narrative aspects of it, like the technical aspects, like the cinematography, the sound, or the art direction, and whatever, all the technical aspects, the non-narrative aspects that go into it, that is where I see that he has a very firm idea and a control over that process. And that always shows in all his films, if you see that. It comes through very clearly. And I won't say I had a good time during the shooting because he's a very hard taskmaster, he doesn't leave you alone just like that. But overall, it was a very illuminating experience, a very different kind of film where the spa itself transforms into a character within the film. And that was something which, to me, was a very daring and bold thing to do, especially in the present context of Malayalam cinema. And I'm quite happy, and I hope, നേരത്തെ പറഞ്ഞ പോലെ നമ്മളാരും പടം കാണിച്ചില്ല. ചില some who are more equal than others, അവരെല്ലാം കാണിച്ചു അല്ലേ? Okay. Pujita was the most equal amongst us, obviously. So I cannot have an opinion. And ഞാൻ എല്ലായിടത്തും പറയുന്നത് ഇതാണ്, never form an opinion about a film without seeing it. Okay? കണ്ടാലേ അഭിപ്രായം പാടുള്ളൂ. അത് മറ്റവൻ പറഞ്ഞു, എൻ്റെ brother-in-law പറഞ്ഞു, it doesn't matter. You have to see it for yourself and decide for yourself. Because essentially, like we all know, cinema is such a subjective understanding. And I think I've said enough. Thank you.
after a small dose of Shashi Tharoor type English, ഒരു കൺട്രി ടൈപ്പ് ഇംഗ്ലീഷിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ മലയാളം കുറച്ചുകൂടെ ഡോണ്ട് മിസ്റ്റേക്ക് ഹിം. ഓക്കെ, ഹി വാസ് ബോൺ ബോട്ടപ്പ് ഇൻ ലണ്ടൻ. പകുതി ആൾക്കാർക്ക് മലയാളീസിനെ അറിയില്ല. എപ്പോഴും വിജയ് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കുട്ടിയായിരിക്കുന്നത് നഴ്സറി തൊട്ടിട്ട് അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് ഹിസ് മദർ വാസ് ഇൻ ദ ഹൈ കമ്മീഷൻ ആൻഡ് ഓൾ ദീസ് തിങ്സ്. ബിഗ് തിങ്. എനിവേ, വിജയ് പറഞ്ഞതിനോട് ഞാൻ ഫുള്ളായിട്ടും എഗ്രി ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ഹാർട്ട് ടാസ്ക് മാസ്റ്ററിൻ്റെ കൂടെ പണിയെടുക്കുന്ന സമയത്ത് ഐ ജനറലി എൻജോയ് ഇറ്റ്. കാരണം നമ്മളൊരു ഡയറക്ടറായിട്ട് വെൻ യു ഗോ ടു ആക്ട് വിത്ത് സംബഡി, അതൊരു പുതിയ ഡയറക്ടർ ആണെങ്കിലും ശരി, ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് സജഷൻ കൊടുക്കാറില്ല. ബിക്കോസ് അവരുടേതായിട്ടുള്ളൊരു വിഷനുണ്ട്. അങ്ങനെ ഞാൻ ആക്ഷൻ ഹീറോ ബിജു തൊട്ടിട്ട് ഉള്ള അസോസിയേഷനാണ്. പിന്നെ സ്പാ, ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചിട്ടാണ് ഞാൻ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി 2-3 പ്രാവശ്യം ഷൈനിൻ്റെ വീട്ടിൽ വന്നു, സാർ ഈ റോള് ചെയ്യണം. ഞാൻ പക്ഷെ മോനെ വേണോ അവസാനം പറഞ്ഞു വേണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി ഇറ്റ്സ് അപ് ടു യു. താഴത്ത് വൈഫുണ്ട്, ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോ ഇങ്ങനെ കഥ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ he didn't meet my wife. He walked off. Now, day after tomorrow, she will be coming with me to watch the film. Whatever happens, you will be the person who is responsible. Okay? അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. But it was real fun working in this film. Our 1 day or 2 days, whatever I worked, അതിനകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇതൊരു സംതിങ്. പക്ഷെ ആ സംതിങ് കാണാൻ വേണ്ടി ഞാനും ആകാംക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഇത്രയും ആൻഷൈറ്റി എനിക്ക് ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ആൻഷൈറ്റി ഉണ്ട്. സോ യു ഓൾ, ആൻഡ് ഹീ സെറ്റ് വൺ തിങ്, മീഡിയയ്ക്ക് സ്പെഷ്യലായിട്ട് ഫുൾ ബ്ലോക്ക് ടിക്കറ്റ്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കാണാം. മറ്റു പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഞാൻ ഷൈൻ്റെ അടുത്ത് പറയും, ഈ ചെറിയ ക്യാമറ ഇട്ട് വരുന്നവരെ നമുക്ക് എന്തുകൊണ്ട് അവരെ തിയേറ്ററിനകത്ത് വിളിച്ചിട്ട് പടം കാണിച്ചു വിടാമോ? അപ്പോൾ അത് ഷൈൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഗട്ട്സ് വാട്ട് യു ഹാവ് ഷോൺ. നമ്മളത് അവരെ കാണിച്ചിട്ട് ഓക്കെ ഇനി നിങ്ങൾ എഴുതിക്കുന്നു പറയും. സോ ദാറ്റ് വിൽ ബി ഹാപ്പനിങ്. ആ ഗട്ട്സിന് ഐ അപ്രിഷിയേറ്റ് യു. പിന്നെ ഷൈൻ പറഞ്ഞൊരു വാക്കുണ്ട് സെൻസർ എഴുതിയപ്പോൾ, സാറേ ക്ലീൻ എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ട്. ക്ലീൻ യു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ക്ലീൻ എ സർട്ടിഫിക്കറ്റ് ആദ്യം. അപ്പോൾ അതിൻ്റെയും ചങ്കൂറ്റത്തിന് ഐ സല്യൂട്ട് യു ഫോർ ദിസ് തിങ്. താങ്ക് യു സോ മച്ച്. ആൻഡ് യു ഓൾ ഷുഡ് വാച്ച് ഇറ്റ് ആൻഡ് ദെൻ അപ്രിഷിയേറ്റ്. പിന്നെ ഈ ഇതൊരു നിമിത്തമായിട്ടായിരിക്കാം ഈ പടത്തിൻ്റെ പബ്ലിസിറ്റി തുടങ്ങിയപ്പോൾ ജോജോ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അത് ഒരു സ്പാ റീഡിങ് അത് ഇത് ഫുൾ ന്യൂസ് നിറഞ്ഞു നിൽക്കുകയാണ് സ്പാ. സോ ലെറ്റ് ഇറ്റ് ഹെൽപ്പ് അവർ ഫിലിം. എനിവേ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. വാച്ച് ദ ഫിലിം ആൻഡ് റൈറ്റ് പ്രോപ്പർലി. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജാദാസ്. ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം ബ്രിഷൈൻ്റെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയതാണ്. കംപ്ലീറ്റ്ലി ഒരു കോമഡി ഫിക്ഷൻ മൂവിയാണിത്. അത്രയും എനിക്ക് പറയാനേ അറിയുള്ളൂ. മൂവി കണ്ടിട്ടില്ല. പിന്നെ റൈറ്റർ ഡയറക്ടർ മൂവിയായിരിക്കും. നമ്മൾ ആക്ടേഴ്സ് ഒരു ജസ്റ്റ് ടൂൾ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊരു ടൂള് മാത്രമാണ്. ഇത് കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ് മൂവി ആയിരിക്കും. എല്ലാ സിനിമയെ പോലെ ഇതിൻ്റെ ഒരു ടെറൈൻ തന്നെ വ്യത്യാസമായിരിക്കും. നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും മൂവി തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ എണീറ്റെന്ന് പറയാം. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാറ് വിളിച്ചു, ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ വന്നു. പക്ഷേ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഈ പ്രസ് മീറ്റ് വരെ കിട്ടിയതെല്ലാം എനിക്ക് ബോണസാണ്. അതുപോലെ തന്നെ ഈ മൂവിയുടെ ഫുൾ ഷൂട്ടിൻ്റെ സമയത്തും എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര ഫണ്ണായിട്ട് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്ത്, ഇത്രയും ക്രൂ മെമ്പേഴ്സ്, ഇവർ മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ഭയങ്കര കംഫർട്ടാക്കിയിട്ട് ചെയ്തൊരു അടിപൊളി ഒരു ഫൺ സെറ്റായിരുന്നു നമ്മളുടെ. അപ്പോൾ ഞാനും പൂജിതയും ഇതിൻ്റെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൂവി. ആ കണ്ട സമയത്ത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി 13th നിങ്ങളും കൂടെ കണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ട് നിങ്ങളുടെ എന്താ പറയുക ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 13th കാണാം പ്ലീസ്. താങ്ക് യു. സിനിമയുമായിട്ടുള്ള വിവരങ്ങൾ സംസാരിച്ച ശേഷം നമുക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം.
സാർ എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രമേയം ചൂസ് ചെയ്തു? ഇപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാൻ മടിക്കുന്ന ഒരു പ്രമേയമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? പറയാനൊക്കെ മടിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ചൂസ് ചെയ്തു? ആളുകൾ പറയാൻ മടിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കില്ല, ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരാതിരുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് ഇപ്പം ഞാൻ ക്രിക്കറ്റ് മൂവി ചെയ്യുന്നു, 1993 എന്നൊരു സിനിമ ചെയ്തപ്പോൾ അങ്ങനൊരു സിനിമ പറയാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത്രയും ആളുകളുടെ ഇമോഷൻസ്, ഇത്രയും ആളുകൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിക്കറ്റ്. അപ്പം ഞാൻ 2013 ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് 1983 അപ്പോൾ അത്രയും വർഷങ്ങൾ ഈ ഇമോഷനിലൂടെ കടന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതായത് ഇതെൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാനിരുന്ന കഥയാണ്, എനിക്കിത് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. നിങ്ങളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്നോട് വിപിൻ ജയ ഹേ ചെയ്ത വിപിൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ പടം കണ്ട് കരഞ്ഞു പോയി, കാരണം ഞാൻ പറയാനിരുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ താല്പര്യമില്ലാത്തൊരു കഥയായതുകൊണ്ടല്ലോ, അപ്പോൾ ഒരു തോട്ട് വന്നില്ലായിരിക്കും ആളുകൾക്ക്. സ്പാ ബേസ് ചെയ്തൊരു സിനിമ ഒരുപക്ഷെ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നിരിക്കാം. അങ്ങനൊരു തോട്ട് വന്നില്ല, അതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. അത് പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തൊരു കഥ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനൊരു തോട്ട് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇൻ്റർനാഷണലിലേക്ക് സ്പാ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, ഹിന്ദിയിലും വന്നിട്ടുണ്ട്. പക്ഷെ വേറെ തരത്തിൽ അതൊരു ഡാർക്ക് സൈഡായിരുന്നു. ഒരു പെൺകുട്ടി അവളുടെ ഒരു സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി അവളുടെ ഫാദറിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കഥ, അനുരാഗ് കശ്യപിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് കുറച്ചൊരു അക്കാഡമിക് സ്വഭാവമുള്ള ഒരു സിനിമയാണ്. ഞാൻ പക്ഷേ ഈ സിനിമയെ കുറച്ചുകൂടെ ഒരു ഫൺ, ഒരു ആളുകൾക്ക് തിയേറ്ററിൽ ഒരുമിച്ചിരുന്നിരിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് ചിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം, ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് തലയിൽ കൈവയ്ക്കുമായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ്, ഇതൊരു ഭയങ്കര സാഡായിട്ടുള്ള ഇമോഷൻ, അത്തരത്തിലുള്ള സീക്വൻസുകളില്ല. പക്ഷേ ആളുകൾക്ക് ചിരിക്കുകയോ മറക്കുകയോ അല്ലെങ്കിൽ തലയിൽ കൈവയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സീക്വൻസുകളുള്ളൊരു സിനിമയാണ്. ആ സിനിമ എനിക്ക് അങ്ങനെ തോട്ട് വന്നപ്പോൾ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതെനിക്ക് 2015 എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഒരു തോന്നൽ വന്നതാണ്. ഈ സിനിമ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം സ്പാ ബേസ് ചെയ്തൊരു സിനിമ വന്നതല്ല. ഇതിങ്ങനെ വിത്ത് പാകി ഒരു 10 വർഷം എടുത്തു എന്ന് മാത്രമാണ് സിനിമ ചെയ്യാനായിട്ട്. ഇപ്പം ഈ ഒരു പേര് വെച്ചായാലും ഇപ്പം കമന്റ് ബോക്സിലൊക്കെ ആയാലും ഒരുപാട് ആളുകൾ വന്ന് അശ്ലീലമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അവഹേളിക്കാനായിട്ട് തന്നെ. അപ്പം അവരോടൊക്കെ ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളൊരു കമന്റുകൾ ഇപ്പം നമ്മളൊരു ഒരു പോസ്റ്റ് ഇടുന്നു. ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഇടുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയും ഇത് പൊട്ടുന്നു, കമന്റ് വരും, ഇത് പൊട്ടും, ഇത് കൊള്ളത്തില്ല, ഇത് ഡിസാസ്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയാൽ അല്ലെങ്കിൽ ട്രെയിലർ ഇറക്കിയാൽ അത് കാണുന്നതിന് മുൻപ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്ന ആളുകളോട് അവർ ചിലപ്പോൾ അതങ്ങനെ പറയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സിനിമ ഇറക്കി വിടുക. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കമൻറ്റുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ തോന്നലാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. അവർ കമൻറ്റല്ലേ ഇടുന്നുള്ളൂ, സിനിമ ചെയ്യുന്നത് ഞാനല്ലേ. അപ്പം ആ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കാണും. ചിലപ്പോൾ 10 പേരായിരിക്കും ആദ്യം വരിക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർ 15 പേരെ വിളിച്ചു വരുത്തും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വരാനിരിക്കുന്ന 15 പേരോട് വരണ്ടെന്ന് പറയും. അതിൻ്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്ത ശേഷമാണ്. സിനിമ റിലീസേ ആവാതെ കമൻറ്റ് പറയുന്നവരോട് നമുക്കൊന്നും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിട്ട് നമ്മളുടെ ജോലി സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. സാറേ, സ്പാ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് വശമാണോ, അതായത് സ്പാ എന്ന ഒരു മേഖലയുടെ ബിസിനസ് വശത്തെ കുറിച്ചാണോ, അതോ അവിടെ എത്തുന്നവരുടെ മാനസിക വികാരങ്ങളെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? സ്പാ എന്ന് പറയുന്ന സിനിമ അത് ചില മൊമെന്റ്സ് ആണ്. അതായത് മനുഷ്യർ തമ്മിലുള്ള
ഇൻ്ററാക്ഷൻസ് ആണ്. മനുഷ്യർ, കഥാപാത്രങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ് അതിനകത്ത് പറയുന്നത്. കുറച്ചുകൂടെ ഡയലോഗ് ഓറിയൻറ്റഡ് ആണ്. പലതരം മനുഷ്യർ, ഇപ്പോൾ പലതരം മനുഷ്യർ തമ്മിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് ആ സിനിമ പറയുന്നത്. ഇതൊരു ഇറോട്ടിക് സിനിമയല്ല. ഇതൊരു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു. ഇതൊരു എറോട്ടിക് സിനിമയല്ല. ഇതൊരു എന്താ പറയുന്നത്, അങ്ങനെ പറയാം, മനുഷ്യർ തമ്മിൽ കാണുന്നതിനെ കുറിച്ചുള്ള അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാവാം, അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാവാം, എൻകൗണ്ടർ ആവാം. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, പരിചയമില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ എൻകൗണ്ടർ ഉണ്ടാവും. അതൊക്കെയാണ് ആ സിനിമ പറയുന്നത്. ശ്രുതി, ഹലോ. ഡേഞ്ചറസ് എൻകൗണ്ടേഴ്സ്. ഹായ്. ശ്രുതി നോക്കണം, ശ്രുതിയുടെ ജേണി നോക്കുകയാണെങ്കിൽ ഇപ്പം കോമഡി സ്റ്റാർസ് തുടങ്ങി, അതിനുശേഷം കിസ്മത്ത്, അതിനുശേഷം പിന്നെ ഒരുപാട് അന്യഭാഷ ചിത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ സ്പായിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ശ്രുതി കുറച്ചു നേരം മുന്നേ പറഞ്ഞു ഇപ്പം മറ്റു പല ജോബുകളിൽ നിന്നും വന്ന് ഇപ്പോൾ സിനിമകളിൽ എത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ മെയിനായിട്ട് അത് ശ്രുതി തന്നെയാണ് ആക്ച്വലി, കാരണം വലിയൊരു ഇൻസ്പിറേഷനുമാണ് അങ്ങനെ നോക്കുമ്പോൾ സമയത്ത്. അപ്പോൾ ഈ ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എന്നെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ എക്സ്പ്രസ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ് ദാൻ മലയാളം. സോ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു സ്റ്റേ ഇൻ എ ബോക്സ്. എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായിരുന്നു. ഞാൻ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിരുന്നു. പിന്നെ ഞാൻ മോഡലായിരുന്നു. പിന്നെ ആങ്കറിങ് കുറേ ചെയ്തു. പിന്നെ ആക്ടിങ് ചെയ്തു. സോ ഇറ്റ് ഹസ് ബീൻ എൻ അഡ്വെഞ്ചർ. ഞാനിങ്ങനെ പ്ലാനിങ് ഇട്ട്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസ് എല്ലാം കൊടുത്തിട്ട് ഞാനെല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ മുല്ല എന്നൊരു പടം, ലാജോ സാറിൻ്റെ മുല്ല എന്നെ ഓഫർ ചെയ്തത്. അപ്പോൾ ഐ വെൻറ്റ് ആൻഡ് ആക്റ്റഡ് ഇൻ ദ ഫിലിം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഫിലിം ലാൻഡ്. അപ്പോൾ ഞാൻ പൈലറ്റിങ് വേണ്ടെന്ന് വെച്ചു. ഇൻഫാക്ട് മൈ സിസ്റ്റേഴ്സ് നൗ എ പൈലറ്റ് വിത്ത് ഇൻഡിഗോ എയർലൈൻസ്. സോ വാട്ട് എവർ ഐ ട്രൈഡ്, എന്തോ എനിക്ക് ആ ഒരു പാത്തിൽ, എനിക്കൊരു ഡിഫൈൻ ചെയ്തൊരു പാത്തിൽ ഐ ഹാവ് നെവർ ബീൻ ഏബിൾ ടു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് എവറിഥിങ്. ഇനി എല്ലാത്തിലും അത് ഫെയിലിയർ ആയാലും ശരി, ഞാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫ്, എൻ്റെ ജേർണി ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് വേണം. സോ ഇറ്റ്സ് ബീൻ എൻ അഡ്വെഞ്ചർ റിയലി. ആൻഡ് I'm having a lot of fun and adventure ഇങ്ങനെ ചെയ്ത് നടന്ന് look where I'm sitting among some fantastic people. I'm talking to so many of you all. ഇത്ര ആൾക്കാരെ ഞാൻ പറയുമ്പോൾ പേഷ്യൻ്റ്ലി ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. സോ ഐ എം എ ലക്കി ഗേൾ അല്ലേ? യെസ്. റിംഗ് ടോൺസ്. എനിബഡി എൽസ്? സാറിനോട് തന്നെയാണ്. ഷുവർ. ഇപ്പം ഒരു കേന്ദ്രങ്ങളെല്ലാം ഒരു വിവാദം, അതായത് ഒരു വിവാദ വിഷയമായിട്ടാണ് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്താഗതി ഈ സിനിമയെ ശരിക്കും ബാധിക്കും എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നില്ലേ? കാരണം അവരെ കൂടെ ആകർഷിക്കണം, അവരെ കൂടെ നല്ല ഒരു മോശമിടമല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചാലല്ലേ ആ സിനിമ കാണാനുള്ള ഒരു ഇഷ്ടം വരുള്ളൂ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പേടിയില്ലാതെ എടുക്കാൻ കാരണം? അല്ല, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഗ്രേ ഷെയ്ഡ് ലൈഫിലുള്ളതൊന്നുമില്ല. മനുഷ്യർക്ക് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ ഒരു കഥാസന്ദർഭത്തിന് അത് ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ആളുകൾ പറയുന്നു ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള ഇടമാണ് എന്ന് പറയുന്നതല്ല പറയുന്നത്. നമ്മളൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഏരിയകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏരിയകൾ, മനുഷ്യരുടെ കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ കോൺഫ്ലിക്ട്സുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ തിരഞ്ഞെടുത്ത് അവിടുത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നതാണല്ലോ ഒരു ഫിലിം മേക്കർ
ഫിലിം മേക്കറിന് അതാണ് കുറച്ചുകൂടെ ഒരു കഥ പറയാൻ എളുപ്പം. അപ്പോൾ സ്പായിൽ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അവിടെ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, അവിടെ കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു കഥയെ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇടം നമ്മൾ സൊസൈറ്റിയിലുള്ളതല്ലേ, സൊസൈറ്റിയിലുള്ള ഒരിടമാണ് അത്. അതിൻ്റെ പോസിറ്റീവ്സ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. ഇപ്പം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന മരുന്നുകൾ, ഡ്രഗ്സുകൾ, അത് ആ ഡ്രഗ്സിനെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ് ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയില്ല, അത്തരത്തിലൊരു ഇടമാണ്. അല്ലാതെ ഇതൊരു അയ്യോ ആളുകളെ ഒന്ന് വരാൻ സാധ്യതയില്ല, ഇത് കാണാൻ സാധ്യതയില്ലല്ലോ എന്ന് ഒരു ഫിലിം മേക്കർ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനങ്ങനെ ഒട്ടുപോയി ചിന്തിക്കുന്നില്ല. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ച് അതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലേക്കാണോ ഈ സിനിമയും കാണുന്നത്? എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവനും പിന്നീട് എഴുതി വയ്ക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, ഒരു സിനിമ വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ ഉണ്ടാവുന്ന ഒരു ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലേ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പില്ല. ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ, 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ സിനിമ. അതൊരു വേറെതരം ഒരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെയാണ്. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്, ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതല്ലാതെ ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം, അതിനൊക്കെ സാധ്യതകളുള്ള സിനിമയാണ്. കുറച്ചുകൂടെ കൊമേഴ്സ്യലാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറേ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് അതിനെ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം? എല്ലാ സിനിമയെ കുറിച്ചും ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ചോദിക്കും, ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്? ഈ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിലുള്ള ആർട്ട് ഡയറക്ടർ നമ്മൾ ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ? ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ അതങ്ങനെയാണ്, അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ പറയാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയെല്ലാം ഞാൻ എന്ത് സിനിമയെ കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായിരിക്കും. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസ് ഉള്ള ആൻസേഴ്സ് പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മേയറുടെ നേതൃത്വത്തിൽ. ഈ അധികം വൈകാതെ കൊച്ചിയിലേക്കും ഈ സ്പാ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡിന് വലിയ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചിത്രം അതായത് ബിസിനസിന്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, മോശം രീതിയിൽ നടത്തുന്നവരുണ്ടാവും, നല്ല രീതിയിൽ നടത്തുന്നവരുണ്ടാവും.
ഈ ചിത്രം സ്പാ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആവോ അത് നെഗറ്റീവ് ആവോ റിലീസായി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പായിലെ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവനും റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ വാർത്തകൾ യൂട്യൂബിൽ കിടക്കുന്നു, എത്രയോ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം വീഡിയോയിൽ വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും പലപ്പോഴായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുള്ള ഒന്നാണ് സ്പായെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. സ്പായുടെ ഗ്രേ ഷെയ്ഡ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടില്ലായിരിക്കും, നെഗറ്റീവ്സ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹൈഡ്രോ തെറപ്പി, അതായത് വെള്ളം കൊണ്ട് തെറപ്പി ചെയ്യുന്നത് ബോഡിയിലത്തെ ക്ഷീണമൊക്കെ സ്ട്രെസ് മാറ്റിയെടുക്കുന്ന ഒരു തെറപ്പി. ഐ തിങ്ക് 16th or 17th സെഞ്ച്വറിയിൽ അവർ ഡിസ്കവർ ചെയ്തതാണ്. ആ സമയത്ത് ദാറ്റ് ഈസ് എ സ്മോൾ സിറ്റി ഇൻ ബെൽജിയം വാസ് കോൾഡ് സ്പാ. അപ്പോൾ അവിടെ നിന്നാണ് പേര് വന്നത്. ദാറ്റ് ഈസ് വെരി ഒറിജിനൽ. കൂടാതെ വേറെ വെർഷൻസ് ഉണ്ട് അല്ലേ? എന്താണ് അതിൻ്റെ വേറെ വെർഷൻസ് എന്താണ് ശ്രീകാന്ത്? ശരി, സിനിമയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സിനിമ കണ്ടാൽ ഈ മുക്കാലിഞ്ചിന്റെ വ്യത്യാസം കൊണ്ട് സിനിമ കണ്ടാൽ മനസ്സിലാവും. വേണ്ട എനിക്ക് വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഈ മുക്കാലിഞ്ചിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞില്ലേ, ആ വ്യത്യാസത്തിന് ഉത്തരവാദി സ്പാ നടത്തുന്നവരോ സ്പാ സ്പെഷ്യലിസ്റ്റ് തെറാപ്പിസ്റ്റുകളോ അല്ല. അതിന് ഉത്തരവാദി ചെല്ലുന്ന ആൾ കൂടിയാണ്. ശ്രുതി മുന്നിലേക്ക് വരും. എനിക്ക് പുള്ളി സംസാരിക്കുന്ന എനിക്ക് പേടിയുണ്ട് കേട്ടോ. അതെ, ഒരു കാര്യം, ശ്രുതി ആയുർവേദ മസാജിന്റെ ഡോക്ടറാണ്. ഇവർക്കും തിരുമലുണ്ട്. പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. അപ്പോ ശ്രുതി ഷീസ് എ ഡോക്ടർ. പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. അല്ലാതെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ആരെങ്കിലും പെരുമാറിയോ? അല്ല, ഞാൻ പറയാണ്, ജസ്റ്റ് പ്ലീസ് ബി റെസ്പെക്ട്. ഇവിടെ കുറച്ച് നോട്ടി ബോയ്സ് ഇരിക്കുന്നുണ്ട് ഫ്രണ്ടില്, ഫോൺ വിളിച്ചിട്ട് എനിക്കറിയാം. ശരി, ശ്രുതി. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. സ്പായും ആയുർവേദ തെറാപ്പി തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. സ്പാ ഈസ് നോട്ട് ആയുർവേദ തെറാപ്പി. സോ അത് എല്ലാവരും മനസ്സിലാക്കണം. If you go to any Ayurveda treatment center and take the treatment, I think you will definitely have a clear, line between spa and spa massage is not Ayurveda treatment. Ayurveda treatment is completely different, wherein we take care of doshas, dhatus, and all the physical, mental, metabolic fire. Everything is involved in Ayurvedic treatment. ശ്രുതി, ഡോക്ടർ സ്പായിൽ പോകാറുണ്ടോ? ഞാൻ പോവാറുണ്ട്. ഡോക്ടർ വരെ സ്പായിൽ പോകും. ഞാൻ സ്പായില് സ്പാ ഈസ് സംതിങ് ലൈക്ക് എ റിഫ്രഷ്മെന്റ് ആൻഡ് റിലാക്സിങ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്, ആൻഡ് ഇറ്റ്സ് നോട്ട് തെറപ്പി. ഇറ്റ് ഈസ് your disease cannot be cured with spa, but it can be cured with Ayurveda. I do go to spa just to stress relieving, relaxation. സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതെ, ഡോക്ടർ സ്ട്രെസ് ഉള്ളപ്പോൾ സ്പായിൽ പോകാറുണ്ട്. പോവാറുണ്ട്. ഡോക്ടർ പോയിട്ടുള്ള ഒരു നല്ല സ്പായുടെ പേര് പറയണ്ട, കുഴപ്പം. പ്രോട്ടോണിൽ പോയിട്ടുണ്ട് ഞാൻ, and Lotus. तो आपको कैसे लगा वो शूटिंग एक्सपीरियंस कैसे था? Actually, मैं बस 5-6 days कम किया तो it was good. Yeah, it was very nice. Okay, thank you. സാറിന്റെ പ്രീവിയസ് ചിത്രങ്ങൾ കാണുക, ഒരെണ്ണം പോലീസ് സ്റ്റേഷൻ, ഒരെണ്ണം കോളേജ് ബേസ്ഡ്, പിന്നെ കുങ്ഫു, ഇപ്പൊ സ്പാ. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജോണർ വെറൈറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വേണ്ടേ? അതെ, ഞാനൊരു നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യാനുള്ള സാധ്യതകൾ, അതിൻ്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരാൻ, അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത, ഈ കഥയുടെ ഗ്രോത്ത് എങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, ആ കഥാ പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ് ആണോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ് വരാൻ സാധ്യതയുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസ് വരാൻ സാധ്യത, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഇത് ആളുകൾ എന്തിനു കാണണം, ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് രസിക്കാൻ സാധ്യതയുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും നമ്മളൊരു സിനിമ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ടോ, ഇങ്ങനെ കഥ വന്നിട്ടുണ്ടോ. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് എനിക്ക് മിസ്സായല്ലോ തോന്നും, ഈ കഥ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ കഥ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ വരാറുണ്ട്. അങ്ങനെ എനിക്ക് മിസ്സായിട്ടുള്ള തോന്നിയിട്ട് ഇതെനിക്ക്
ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞു സാർ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ രാത്രി ഷാഡോ ആയിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ സ്പാ ചെയ്തപ്പോൾ ഏതെങ്കിലും സ്പാ സെന്ററുകൾ കൊച്ചിയിൽ വിസിറ്റ് ചെയ്തിരുന്ന? പിന്നെ ഞാൻ എത്രയോ സ്പാ സെൻ്ററുകളിൽ പോയി അവരോട് സംസാരിച്ചു, തെറാപ്പിസ്റ്റുകളോട് സംസാരിച്ചു, സ്പാ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, ജഡ്ജസിനോട് സംസാരിച്ചു, സ്പായിൽ പോയിട്ടുള്ള ആളുകൾ, സ്പായിൽ പോകാറുള്ള ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഈ അവിടെ സ്പാ സെൻറ്റേഴ്സിലെ ആൾക്കാരോട്, തെറാപ്പിസ്റ്റുകളോട്, പോകുന്നവരോട് ഒക്കെ സംസാരിച്ചു. സിനിമയിൽ എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളല്ല, കുറച്ചൊക്കെ നമുക്ക് കിട്ടും, ഇതുപോലെ ഇൻഫർമേഷൻസ്, ഡാറ്റാസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ആഡ് ഓൺസും കൂടെ, കുറച്ചൊരു ഇമാജിനേഷനും കുറച്ചൊരു ഫിക്ഷനും ഒക്കെ കൂടെ ആഡ് ചെയ്യും, ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ സ്പാ എന്ന് പറഞ്ഞ സിനിമ, എംബ്രിഷൻ സ്പാ സിനിമ ഒരു കള്ളക്കഥയാണ്. അതൊരു റിയലിസത്തിനേക്കാളപ്പുറം ഒരു കള്ളക്കഥയാണത്. സാറിന്റെ ഫാൻസ് എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ആക്ഷൻ ഹീറോ ബിജു അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, എന്തെങ്കിലും അപ്ഡേറ്റ്? ആക്ഷൻ ഹീറോ ബിജു 2 ഞാൻ ഷൂട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം ഭാഗ്യകരമായ ചില സംഭവങ്ങൾ, വളരെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ട് നിലച്ചു. പിന്നീട് അത് തുടരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വിധി വരുന്ന പോലെ വരട്ടെ. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായതാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് ദൈവം അനുഗ്രഹിച്ചാൽ അത് വേണ്ട. അയ്യോ ഉണ്ട്, ചിലപ്പോൾ ചെയ്താലോ വേണ്ട. സാർ, ഈ ചിത്രത്തിൽ അഭിനയിച്ച മറ്റ് കുറേ ആർട്ടിസ്റ്റുകളുടെ വിനീത് തട്ടിൽ, അങ്ങനെ അതുവരെ കൂടെ ഒന്ന് പറയാമോ? ആരൊക്കെയുണ്ട്? ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. വിനീത് തട്ടിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശാന്ത് അലക്സാണ്ടർ, ദിനേശ്, സിദ്ധാർത്ഥുണ്ട്, കിച്ചു ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, നീന കുറുപ്പുണ്ട്, അശ്വിനുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിറയെ ആക്ടേഴ്സാണ്. ഇത് ഒരു 3 നിര 4 നിര ഇരുത്തിയാലും തീരത്ത് അത്രയും എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്രൂ, അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സ്വരൂപാണ്, അതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് ഷിജി പട്ടണമാണ്, കോസ്റ്റ്യൂം സുജിത് മട്ടന്നോ, അതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് MR രാജാകൃഷ്ണനാണ്, അതിൻ്റെ ശങ്കർ ആണ് അത് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ള ഇഷാൻ ചാബ്രയാണ്. അങ്ങനെ വലിയൊരു സ്ട്രോങ് ഒരു ടെക്നിക്കൽ ക്രൂ ഉള്ള ഒരു സിനിമ കൂടിയാണ് സ്പാ. ആനന്ദിനി ബാല, അവിടുത്തെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് ഓഫ് സ്പാ. നമ്മുടെ സിനിമയല്ല സാർ, കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഇത് സ്പായുടെ പ്രസ് മീറ്റ് ആണേ. ചകരേടാ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഇത്രയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഇത്രയും പേര് സിനിമയിൽ പ്രവർത്തിച്ചവരും നിങ്ങൾ അവിടെ ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഈ സിനിമയ്ക്ക് മാത്രമുള്ളതാണ്. ഇതൊന്നും അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലേ? വേറെ ഇച്ചിരിയും കൂടി എന്തോ അറിയാനുണ്ട്. യെസ്, അതെ. ഹലോ, ഞാൻ അറിയാം. സിനിമ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളോട് ചോദിക്കുക എന്നുള്ളത് അവരുടെ ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു, എത്രയോ വർഷത്തോളം മാധ്യമപ്രവർത്തകനായിരുന്നു. നമ്മൾ രാവിലെ ബ്യൂറോയിൽ മീറ്റിംഗ് ഇരിക്കുന്നു, രാവിലെ നമ്മൾ ബ്യൂറോയിൽ ഇരിക്കുകയാണല്ലോ. ഇതിന് ശേഷം പിന്നെ പല മാധ്യമങ്ങളും ഞാൻ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മംഗളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ പീരിയോഡിക്കൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളോട് ആ മീറ്റിങ്ങിൽ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നായിരിക്കും പറയാം. അത് സെല് ചെയ്യപ്പെടും. അപ്പോൾ അതവരുടെ ജോലിയുടെ ഭാഗമാണ്. ഞാനാണെങ്കിൽ നമ്മളാണെങ്കിലും പോകുമ്പോൾ അതിനോട് ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇത്രയും നേരം അതൊക്കെ എൻജോയ് ചെയ്യായിരുന്നല്ലോ. ഞാൻ ഈ സിനിമയെ കുറിച്ച് ചോദിച്ചതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ അറിയണമെന്ന് ചോദിക്കട്ടെ. ലോകത്തിന്റെ കീഴിലുള്ള എന്തിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ചോദിച്ചോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെനിക്ക് പേടിയാണ്. നിങ്ങളെ
നിങ്ങളെ പണിമുടക്കിന്റെ കാര്യം പറഞ്ഞാണ് എന്റെ പേടി. നിങ്ങളെങ്ങാനും പണിമുടക്കിന്റെ ഒന്ന് പുറത്തിറങ്ങിയ ആശാനെ ഇടി ഉറപ്പ്. ഞാൻ സത്യത്തിൽ പുള്ളി മുണ്ടക്കയത്ത് ഒരു സാധാരണ ജേർണലിസം കഴിഞ്ഞാണ് അദ്ദേഹം. ജേർണലിസം കഴിഞ്ഞ മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് നല്ല നാട്ടുവഴക്കമുള്ള ഒരു മനുഷ്യനാണ്, നാട്ടുഭാഷാ വഴക്കമുള്ള ഒരു മനുഷ്യനാണ്. നല്ല പച്ചത്തറി പറയുന്ന ഒരാളാണ് അദ്ദേഹം. അത് രാവിലെ നേരം മുഴുവൻ തന്നെ എനിക്ക് ഏതെങ്കിലും പത്രവാർത്ത അയച്ചു തരും. പിന്നെ ആ പത്രവാർത്തയെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം പിന്നെ തെറിയായി, പൂരമായി. അപ്പൊ അദ്ദേഹത്തിനുള്ളൊരു പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് സംസാരിക്കുന്നത്. സാർ, ഞാൻ ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു നിർമ്മാതാവ് വിളിച്ചപ്പോൾ, സഞ്ജുവാണ് നമ്മുടെ നിർമ്മാണം, സഞ്ജു ഡോക്ടർ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറയും, അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാനിതിന് വരുന്നില്ല എന്നായിരുന്നു എൻ്റെ തീരുമാനം. സാർ, മറ്റൊന്നുമല്ല, കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇനി വേണ്ടാന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ അപ്പോൾ എൻ്റെ വൈഫ് രാവിലെ പറഞ്ഞു, പക്ഷേ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു, കാരണം പോകാത്തതിൻ്റെ പേരിൽ നിർമ്മാതാവ് 15 ലക്ഷം രൂപ പെനാൽറ്റി ഇട്ടാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ആപ്പാടെ നമുക്കൊരു മാരുതിയായിട്ടോ കാറോ ഉള്ളൂ, അത് വിറ്റാൽ അത് കിട്ടത്തുമില്ല. അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ്. അല്ല, അത് നമ്മളത്ര നിസ്സാരവൽക്കരിച്ച് കണ്ട, ഇപ്പോഴും വീണ്ടും കുഴപ്പമായി. ഇത് ഇത്ര നിസ്സാരവൽച്ച് എന്റെ പൊന്നെണ്ണ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. അത് ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഉള്ള ഒരാൾ അത് സീരിയസ് ആയിട്ട് അങ്ങനെ പറയണ്ട. അത് കല്ലുള്ളിത്തരമുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററാണ്. അതിനെക്കുറിച്ചൊരു ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ അതിനെക്കുറിച്ചൊരു പരാതി പറയുന്നു. ആ പരാതി മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവാം. ബി ഉണ്ണികൃഷ്ണൻ സാർ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവാം. ആ 2 വേർഷനും വന്നു കഴിഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു, ആ പരാതി വന്നു, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു. ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയില്ല, അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത്, ആ നടൻ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള മറുപടി പറയും. അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദികളല്ല എന്ന് മാത്രം. ആ മറുപടി പറയേണ്ട അദ്ദേഹം. അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും. നാളെ അനൂപ് കണ്ണനും ബിജു മേനോനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും. അവർ ബി ഉണ്ണികൃഷ്ണൻ സാർ, ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാകുകയും അത് ചർച്ച ചെയ്യും, അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു എന്താ പറയുക, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാക്കുണ്ട്, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ, നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും. അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന, ഒരു ഫോൺ ചെയ്താൽ തീരുന്ന, ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷനിൽ പറയും, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സിൽ പറയുമെങ്കിൽ അവിടെ പരാതി പറയും, അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണികൃഷ്ണൻ സാറിന് പറയും, ഫിഫ്റ്റ് പറയും. അതെങ്ങനെ വരും? അതിനപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്തതൊന്നുമില്ലല്ലോ ഈ ലോകത്ത്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യമില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ബൈ ദ വേ യൂട്യൂബിൽ ഞങ്ങളുടെ പാട്ട് കണ്ടോ? സ്പായിന്റെ റാപ്പ് പാട്ട് സോങ് നമുക്കിവിടെ LED ബോർഡിനകത്തോണ്ട് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല. അത് യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ കണ്ടു അല്ലേ? ശ്രുതി ഒരു പാട്ടിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡാൻസും സാധനങ്ങളൊക്കെ ഇട്ട് നല്ല ആറ്റിറ്റ്യൂഡ് ഷോർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അത് കാരണമല്ല, ഇറ്റ്സ് എ റിയലി നൈസ് സോങ്. ശ്രുതി മേനൻ ഷാറുഖ് ഖാന്റെ കൂടെ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലായിരുന്നു മുത്തൂറ്റ് ഫൈനാൻസിന്റെ. അത് എന്താ കണക്ഷൻ? എന്താണത്? ഒരു വഴിക്ക് പോകുന്നല്ലേ പറയാണ്. പ്ലീസ് വാച്ച് ദ സോങ്. സരിഗമ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നലെ 5 o'clock ഞങ്ങൾ റിലീസ് ചെയ്തു. ഇറ്റ്സ് എ റാപ്പ് സോങ്, എല്ലാവരും കാണണം. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ മഞ്ജു അവിടെ നിന്ന് കാണിക്കുന്നു എന്താന്ന് വെച്ചാൽ സ്പാ ചെയ്യാനുള്ള ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തെറാപ്പി ട്രൈ ചെയ്യണമെങ്കിൽ, മസാജ് തെറാപ്പി, കാലിന്റെ റിലാക്സേഷൻ, കൈ റിലാക്സേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ തെറാപ്പിസ്റ്റുകളുണ്ട്. മെയിൽ ടു മെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉണ്ട്. എന്താണ് ക്രോസ് മസാജ്, നമ്മൾ വിവാഹത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഒരു കൈയോ കാലോ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കും. ഞാനത്
വേണമെങ്കിൽ ഒരു ഡെമി നിങ്ങൾ ഈ പറയുന്ന പോലെ റെയ്ഡ് മേടിച്ചിട്ട് സ്പായിൽ പോകാതിരുന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, റെയ്ഡ് മേടിച്ച് തെറാപ്പിക്ക് പോകാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ റെയ്ഡ് ഉണ്ടാവില്ല. ഞാനിത് രാവിലെ എൻ്റെ ഒരു വളരെ എന്താ പറയുന്നത് ഗുരുതുല്യനായ എൻ്റെ ഗുരുതുല്യനായ ഒരു കേൾക്കു സ്തുതി, ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റോട് രാവിലെ ചോദിച്ചു. എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ശ്രീ മോഹൻരാജ് സാർ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഈ സ്പാ ബെഡ് ഇട്ടിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ എന്തെങ്കിലും കേസെടുത്ത് എന്നെ ജയിലിലടയ്ക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ മസാജ് ചെയ്താൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്താലും തെറ്റില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊരു മോശമായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മസാജോ ഒരു ഫുഡ് മസാജോ ഒരു കാഫ് മസാജ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ട്രൈ ചെയ്യണം. പോകാൻ ഭയമുള്ളവർക്ക് ആരെങ്കിലും ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്യണോ? കം ഓൺ. ഓക്കേ, let's go. Come on. ഇവിടെ we have a female volunteer also. സുകേഷ്. All right, let's go. അതെ, കാണാൻ വേണ്ടി